ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമ്മൾ ഒരു ഏജ് എബവ് 40 ഒക്കെയുള്ള ആളായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ എബവ് 40 ആണ് മാക്സിമം കാണുന്നത്, ബ്രസ്റ്റ് ഒന്ന് സാഗായിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ചെസ്റ്റ് കുറച്ചൊന്ന് സാഗായിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരിക്കലും അത് ശരിയാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾക്ക് 80% ഒക്കെ ശരിയാക്കാൻ പറ്റും. എല്ലാവർക്കും ആഗ്രഹമുണ്ട് സാരിയൊക്കെ ഉടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ബോഡി ഷേപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ക്ലാസ് ആയിട്ട് സാരി ഉടുക്കണം. ഞാൻ എപ്പോഴും മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾക്ക് എപ്പോഴും നല്ല സ്റ്റൈലായിട്ട് ഡ്രസ്സ് ചെയ്യാം, പക്ഷേ മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്നത് അതൊരു ഭംഗി തന്നെയാണ്, അതൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഷേപ്പൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ വിചാരിക്കും നമ്മളുടെ കോൺഫിഡൻസ് ഒക്കെ പോകും, ഓക്കെ പറ്റില്ല, നമുക്ക് പഴയ പോലെ നമ്മളുടെ ബോഡി ഷേപ്പിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് പറ്റും. നമ്മൾ ഡെയിലി ഞാനിപ്പോൾ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, 5 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം, ബാക്കി 5 കാര്യങ്ങൾ ഇനി ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇരിക്കുന്ന പോലെ ഒരു ചെയറിൽ നേരെ ഇരിക്കണം, അത്രേ ഉള്ളൂ. സ്ട്രൈറ്റ്, ഞാനിപ്പോൾ കംഫർട്ടബിളായിട്ട് ചാഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരുന്ന് ഈ ഒരു 5-6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ സാഗീത ബ്രസ്റ്റിനെ നമ്മൾക്കൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ചെസ്റ്റിൻ്റെ ഷേപ്പ്, ബ്രസ്റ്റിൻ്റെ ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് സാരി ഉടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ, സാരി ഉടുക്കുമ്പോൾ ചുരിദാർ ഇടുമ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ഇത് മനസ്സിലാക്കുക, അല്ലേ? നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മളുടെ എല്ലാ ബോഡി പാർട്സും നല്ല ഷേപ്പായിട്ട് വേണം എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് നമ്മൾക്ക് അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ കൂടെ വേണേൽ തന്നെ ചെയ്തു പോകാം. നിങ്ങൾക്ക് മനസ്സിലാകാത്ത പക്ഷം വീഡിയോ ഒന്നും കൂടെ റീവൈൻഡ് ചെയ്ത് കണ്ട് ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് 7 ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്നോടൊന്ന് പറയണം നിങ്ങൾക്ക് എന്ത് ഡെവലപ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ 5-6 ആക്ടിവിറ്റീസ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കാനും കൂടെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം. നമ്മുടെ 2 കൈയും ഈ ഷോൾഡറിൽ വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് ഒരു 5 ടൈംസ്, അതേപോലെ തന്നെ ബാക്കിലേക്കും സ്ട്രെയിറ്റ് ആയിട്ട്. സ്പൈനൽ കോഡ് സ്ട്രെയിറ്റ് ആയിരിക്കണം എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. ഞാൻ വീഡിയോയുടെ ഒരു ഡീസൻസിക്ക് വേണ്ടിയും എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയും ഞാൻ ഇത്ര ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇത് ഒരു 3 സെറ്റ് റിപ്പീറ്റ് ചെയ്യുക. അടുത്തത് നമ്മളുടെ കൈ ഷോൾഡറിൽ വെച്ചിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. നിങ്ങൾക്ക് 50 കൗണ്ട് ചെയ്യാം. 50 കൗണ്ട് ചെയ്തിടം വരെ ചെയ്തിട്ട് ഇതേപോലെ 3 സെറ്റ് ചെയ്യുക. ഇത് രാവിലെയോ രാത്രിയിലോ ഉച്ചയ്ക്കോ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് വെച്ചാൽ ആ സമയത്ത് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മളുടെ 2 കൈയും ക്ലോസ് ആക്കുക. ക്ലോസ് ആക്കിയിട്ട് നന്നായി പറ്റുന്ന അത്ര വൈഡാക്കുക. കൗണ്ട് 3 സെറ്റ് ചെയ്യുക. പിന്നൊന്ന് ചെയ്യാൻ പറ്റുന്നത്, ഒരു കൈയുടെ പുറത്ത് പിന്നൊന്ന് ചെയ്യാൻ പറ്റുന്നത് വേറൊരു കൈയുടെ പുറത്ത് വേറൊരു കൈ വയ്ക്കുക. ഇങ്ങനെയും നിങ്ങൾക്ക് ഓപ്പൺ ആക്കാം. ഫസ്റ്റ് ഇത് ചെയ്യുക, എന്നിട്ട് ഇത് ചെയ്യുക. എല്ലാം തന്നെ 15 നമ്പേഴ്സ് ചെയ്തിട്ട് 3 സെറ്റ്. ഇപ്പോൾ നമ്മളുടെ ബ്രസ്റ്റിലേക്കുള്ള റൂട്ട് മസാജ് ചെയ്യണം. നമ്മുടെ ബ്രസ്റ്റിലേക്കുള്ള റൂട്ട് ഇവിടെയാണ്. ആംപിറ്റ്, കൈക്കുഴിയിൽ മസാജ് ചെയ്യുക. സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. യു ക്യാൻ കൗണ്ട് 15 ടൈംസ്. ഇവിടെ 15 ടൈംസ് കഴിഞ്ഞിട്ട് ഇവിടെ 15 ടൈംസ്. സർക്കുലർ മോഷനിൽ ക്ലോക്ക് വൈസിൽ 15 ടൈംസ് ചെയ്യാം. ഇതൊരു സെറ്റ് കഴിഞ്ഞു. അതുപോലെ തന്നെ അടുത്ത സെറ്റ് ഇതേപോലെ 3 സെറ്റ് നിങ്ങൾ ചെയ്യണം.
ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ ചെയ്യുമ്പോൾ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ബ്രസ്റ്റിലേക്കുള്ള ലിംഫാറ്റിക് ഇതെല്ലാം ഡ്രെയിനേജായി പോവും. നമ്മൾക്ക് നല്ല ഷേപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ ഫേസ് യോഗ ചെയ്യുമ്പോൾ പോലും ആംപിറ്റ് റിലാക്സ് ആക്കാനായിട്ട് ഫസ്റ്റ് ചെയ്യുന്നതാണ് ഫേസിലേക്കുള്ള എല്ലാ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും മസിൽസിന് ബലം കിട്ടാനും ഒക്കെയാണ്. ഇത് നമ്മളുടെ മെറ്റാബോളിസം ഇൻക്രീസ് ചെയ്യുകയും ബ്രസ്റ്റ് ക്യാൻസർ വരാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് പതുക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇതും 15 കൗണ്ട് ചെയ്യാം. ക്ലോക്ക് വൈസിൽ ചെയ്യുക. സെൻറ്ററിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് പതുക്കെ പ്രസ് ചെയ്ത് നമ്മളുടെ കോളർ ബോൺസ് വരെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മുടെ നിറയെ ലിംഫാറ്റിക് നോഡ്സ് ഇവിടെ ഉണ്ട്. അതൊക്കെ ക്ലിയറായി നമ്മൾക്കിവിടെ ലൂസായിട്ടുള്ള മസിൽസിനെ എല്ലാം ടൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതാണ് കോളർ ബോൺസ്. ഇങ്ങനെ പ്രസ് ചെയ്ത് പതുക്കെ എത്രത്തോളം റിലാക്സേഷനാണ് ഫീൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ത്രിറ്റിൽ കോളർ ബോൺസ്. ഇതും നിങ്ങൾക്ക് 15 ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും. ചെസ്റ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതും നിങ്ങൾക്ക് 15 കൗണ്ട്സ് ചെയ്യാവുന്നതാണ്. പ്രസ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രഷറോടുകൂടി തന്നെ ചെയ്യുക, ഒരുപാട് വേണ്ട, ചെറിയൊരു പ്രഷർ. നെക്സ്റ്റ് മസാജ് ചെയ്യേണ്ടത് ഇങ്ങനെ ഈ തൊലി ഇപ്പം ഇങ്ങനെ പിച്ചി പിടിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് എടുക്കുക. എന്നിട്ട് കൈയിൻ്റെ കുഴി വരെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇവിടെ സെൻറ്ററിൽ നിന്ന് സ്കിന്നിങ്ങനെ, ഇതൊരു മസാജാണ്. സോ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ റിങ്കിൾസ് ആയിട്ടുള്ള സ്കിന്നിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും റിങ്കിൾസ് മാറാനും സാഗിങ് ആയിട്ടുള്ള ബ്രസ്റ്റിൻ്റെ മസിൽസിനെ ഒന്ന് സ്ട്രോങ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഫ്രണ്ടിൽ നിന്ന് യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദിസ് സെൻറ്റർ. ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരണം. ഓക്കെ, എന്നിട്ട് ഇവിടെ നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും ഇവിടുന്ന് വന്നിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ റിലാക്സേഷൻ. ഇതും 15 ചെയ്യുക. ഇവിടെ 15, ഇപ്പുറത്ത് 15. അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ കൈയിനെ ഈ വാരിയെല്ലില്ലേ, നമ്മുടെ ഈ ഒരു വാരിയെല്ല് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്ത് അഗെയിൻ കൈയിനോട്ട് കൊണ്ടുപോകാം. ഇതിങ്ങനെ 15 ടൈംസ് ചെയ്തിട്ട് ഈ കൈ ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഈ കൈ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് യു ക്യാൻ പ്രസ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, നമ്മുടെ വാരിയെല്ലിൻ്റെ ഇവിടെ ഇങ്ങനെ കൈ പ്രസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് വിടുക. ദിസ് യു ഡു 15 ടൈംസ്. അത് കഴിഞ്ഞ് കൈ ഇങ്ങനെ വെച്ചിട്ട് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ് 5 ടൈംസ്, ആൻറ്റി ക്ലോക്ക് വൈസ് 5 ടൈംസ്. ഇതും 15 ടൈംസ് ചെയ്യും. നല്ല ഷേപ്പിന് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് ഹെവി ബസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് നല്ല സാഗിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തത് നമ്മൾക്ക് ഈ സൈഡിലൊക്കെ ഫാറ്റ് ഉണ്ടാകത്തില്ലേ, ആ ഫാറ്റിനെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് കീപ്പ് യുവർ ഹാൻഡ്സ് കൈക്കുഴിയിൽ വയ്ക്കുക, പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് താഴോട്ട് വന്നിട്ട് നമ്മളുടെ വാരിയെല്ല് തീരുന്ന ലാസ്റ്റ് വരെയും പ്രസ് ചെയ്യുക. വീണ്ടും ഫ്രണ്ടിൽ മേളിൽ കൊണ്ടുവരിക, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വാരിയെല്ല് തീരുന്നിടം വരെ, തീരുന്ന ആ ഒരു പോർഷൻ വരെ പ്രസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് 5 + 5 + 5 15 ടൈംസ് ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കൈക്കുഴിയിൽ നിന്ന് ആരംഭിക്കുക, എന്നിട്ട് പ്രസ് ചെയ്ത് താഴെ കൊണ്ടുവരിക. 5 ടൈംസ് ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോയിൽ 3 ടൈംസേ കാണിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് 5 ടൈംസ് ചെയ്യാവുന്നതാണ്. പ്രസ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് നല്ലതാണ്. നമ്മളുടെ ഈ ഒരു വാരിയിൽ തീരുന്നതിൻ്റെ ലാസ്റ്റ് വരെ കൊണ്ടുവന്ന് പ്രസ് ചെയ്യണം. അപ്പോഴാണ് സൈഡിലൊക്കെയുള്ള എക്സസ് ഫാറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. ലാസ്റ്റ് ഒന്നുകൂടെ പറയാം. നമ്മളുടെ കൈ ഇവിടെ ഇങ്ങനെ വയ്ക്കുക, ഈ കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം മൂവ്മെൻറ്റ് നമ്മുടെ ചെസ്റ്റിലുണ്ടാകുന്നുണ്ട്, മസിൽസിലുണ്ടാകുന്നുണ്ടോ എന്നുള്ളത്. നല്ല ഷേപ്പ് തരാനായിട്ട് സഹായിക്കുന്ന ഒരു എക്സസൈസാണിത്. ഇതെല്ലാം തന്നെ ഇതൊരു സെറ്റായിട്ട് ചെയ്യണം. അതിന് ഇപ്പുറത്തെ സൈഡിൽ കൈ ഇവിടെ ഇങ്ങനെ വെക്കുന്നത് നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ടും ബാലൻസിങ്ങും എല്ലാമാണ്. കൈ ഇങ്ങനെ വയ്ക്കുക, കറക്റ്റായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ മസിൽസിൻ്റെ മൂവ്മെൻറ്റ്. ഇതും 5+5+5 15 ടൈംസ് ചെയ്യുക. മുന്നേ പറഞ്ഞത് എല്ലാം തന്നെ 15 ടൈംസാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിങ്ങനെ റെഗുലറായിട്ട് ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാഗ് ചെയ്ത ബ്രസ്റ്റിനെ കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, കുറച്ചെല്ലാം നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ റിങ്കിൾസ് ഇവിടെയൊക്കെ വീഴുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാനായിട്ട് ഈ എക്സസൈസ് എല്ലാം നിങ്ങളെ സഹായിക്കുന്നതാണ്. ചിലർക്ക് ഇവിടെയൊക്കെയും റിങ്കിൾസ് ഉണ്ടായിരിക്കും. സോ ആ റിങ്കിൾസിനെയൊക്കെ മാറ്റാനായിട്ട് ഈ എക്സസൈസ് നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ നിറയെ പേരിനോട് ചോദിക്കാറുണ്ട് എന്ത് നെയിൽ പോളിഷ് ആണ് ഇത്, നേവി ബ്ലൂ ആണ് ഇന്നിട്ടിരിക്കുന്നത്, ലാക്മേയുടെ നെയിൽ പോളിഷാണ്. ഞാൻ എപ്പോഴും ലാക്മേയുടെ നെയിൽ പോളിഷാണ് കേട്ടോ ഓപ്റ്റ് ചെയ്യുക. വേറെ കമ്പനിയുടെ നെയിൽ പോളിഷ് എനിക്ക് അത്ര സ്യൂട്ടാവാറില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ചെയ്ത് നോക്കൂ. നിറയെ പേരുടെയും ഒരു സീക്രട്ട് സങ്കടമായിരിക്കും ഇത്, പുറത്താരോടും പറയാൻ പറ്റത്തില്ലാത്ത ഒരു സങ്കടമായിരിക്കും. പക്ഷേ ബോൾഡായിട്ട് സംസാരിക്കുന്നവരുമുണ്ട്. ഇത് നമ്മളുടെ ഒരു ശരീരത്തിൻ്റെ പാർട്ട് തന്നെയാണ്. അതിനെ പ്രത്യേകിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തി കാണേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ കാര്യം കൂടാണ്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഒന്നും ഒരിക്കലും വരില്ല. നമ്മൾക്ക് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ മുഴകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അപ്പോൾ അറിയാൻ പറ്റും. പിന്നെ എല്ലാ മാസവും നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. എനിക്ക് ഡോക്ടർ പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്, നമ്മുടെ ഈ കൈ ഇങ്ങനെ നമ്മുടെ ബ്രസ്റ്റിൽ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കണം. ഇങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും മുഴകൾ നമ്മളുടെ കയ്യിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണണം. അതിന് പെയിൻ ഉണ്ടെങ്കിലും പെയിൻ ഇല്ലെങ്കിലും ഡോക്ടറെ കാണണം എന്നാണ് എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നത്. സോ നമ്മൾ ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് നമ്മളുടെ ഫേസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമുക്ക് ഫേസ് ഗ്ലോ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നത്. ഫേസ് പാക്ക് ഇടുന്നത് കൊണ്ടും സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ടും ഹെയർ കെയർ ചെയ്യുന്നതുകൊണ്ടും മാത്രം നമ്മൾക്ക് സൗന്ദര്യം കിട്ടത്തില്ല. അതിൻ്റെ കൂടെ ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും എത്ര ഇനി 70 മേളിൽ ഏജ് ആയാലും നമുക്ക് നമ്മളുടെ ബോഡിയുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോഡിയുടെ ഷേപ്പ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾക്ക് സ്കിന്നിൻ്റെ പാടുകളില്ലാത്ത സ്കിന്ന് പോലെയും നിറച്ച് മുടിയുണ്ടെന്ന് നിറച്ച് ഹെയർ ഉണ്ടെന്ന് പറയുന്ന പോലെയും ഒക്കെ തന്നെ നമ്മളുടെ ബോഡിയുടെ ഷേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് നിങ്ങളെ നന്നായിട്ട് സഹായിക്കും. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയിക്കണം. കുറച്ചൊക്കെ സ്ട്രെയിൻ ഉണ്ടാവും ഷോൾഡറിലും ഇവിടെയൊക്കെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴൊക്കെ ചെറിയ പെയിനൊക്കെ ഉണ്ടാവും. പക്ഷേ ദാറ്റ് ഈസ് ഫൈൻ. സോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നുവെച്ചാൽ ഒരുപാട് പ്രഷർ കൊടുത്ത് ചെയ്യണ്ട കേട്ടോ, ഒരു മീഡിയം പ്രഷറിലൊക്കെ ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആവുന്നു, നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ സാഗ് ചെയ്തത് കുറച്ചൊക്കെ മാറി നല്ല ഷേപ്പിൽ വരുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ കാണുമെന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നു. നമ്മുടെ ടേക്ക് കെയർ.